ഉള്ള ആൾക്കാർക്കും പ്ലസ് ഞങ്ങളുടെ ബ്ലോക്കിൽ ഉള്ളവർക്കും പിന്നെ അതിന് പുറമെ പുറത്തെ ആൾക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്തത് എല്ലാത്തരം പച്ചക്കറികളും അതായത് ആവശ്യാനുസരണമുള്ള പച്ചക്കറികൾ അല്ലല്ല. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ബഡ്ജറ്റ് പ്രകാരം എന്താ വരുന്നു ഹൈടെക് ഈ രീതിയിലുള്ള കൃഷി ചെയ്യുന്നവർക്ക് പലിശരഹിത വായ്പ 90%. ഇതൊക്കെ ഹൈടെക് കൃഷി ഉണ്ട്. ഈ കാണിക്കുന്ന കാഴ്ചകളൊക്കെ ഹൈടെക്കാണ്. അതും ഹൈടെക്കാണ്. പക്ഷെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല ആ രീതിയിലുള്ള കൃഷി കളിക്കാനും പോയിരുന്നില്ല. അതായത് എന്റെ അനുഭവം കഴിഞ്ഞ 2 മാസം മുമ്പ് വരേക്കും അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ എനിക്ക് അവാർഡ് കിട്ടിയതിനു ശേഷം 3-4 മീറ്റിംഗ് പ്ലാനിംഗ് ബോർഡിന്റെ ഇതിനൊക്കെ എനിക്ക് തിരുവനന്തപുരത്ത് പങ്കെടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ കൂടുതൽ അറിയുന്നത്. 520 പോളി ഹൗസുകളാണ് നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെ. അതിൽ 320 പ്രവർത്തനമായിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രവർത്തനമായ ചില കർഷകർ ഇവിടെ ഇതുപോലെ നിങ്ങളെപ്പോലെ വന്നപ്പോൾ അതിലുണ്ടായിരുന്നു. ചിലയിടത്ത് ഞാൻ പോയിട്ടുണ്ടായി. അവരോട് ഞാൻ സൂത്രത്തിനല്ല നേരിട്ട് തന്നെ വളരെ സൗമ്യമായിട്ട് ചോദിക്കുന്നത് സത്യാവസ്ഥ പറയും, നിങ്ങൾക്ക് അതിന് മെച്ചണോ? അപ്പോൾ അതിൽ ചിലരെങ്കിലും പറഞ്ഞു ഞങ്ങൾക്ക് നഷ്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതായി VAPCയുടെ കാക്കനാട് അതിനന്ന് പോയപ്പോൾ മലപ്പുറത്തുള്ള ഒരു ബിനു എന്ന് പറഞ്ഞ ഒരു കർഷകൻ പോളി ഹൗസിൽ നിർമ്മിച്ച പാവലത്തെ പറ്റി, അത് പോളി ഹൗസിൻ്റെ മഹാത്മ്യം പറയാൻ വന്നതാണ്, അനുഭവം പറയാൻ വന്നത്. അവൻ അതിൽ പാവല കൃഷി ചെയ്തതിനെ പറ്റി വിവരിച്ചവിടെ. പക്ഷെ അത് പറഞ്ഞത് എല്ലാം തെറ്റായിരുന്നു. അതായത് അവരുടെ ഓഫീസർ VAPCയുടെ ഓഫീസർ അവന് സപ്പോർട്ട് ചെയ്ത് പറയിപ്പിക്കുക എന്നുള്ള ആളുടെ ഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഒരു കർഷകൻ സംശയം ചോദിച്ചു, താങ്കൾക്ക് ഇതിൽ നിന്നും എത്ര രൂപ ലാഭം കിട്ടി? അപ്പോൾ പറഞ്ഞ് 2 ലക്ഷം രൂപ ലാഭം കിട്ടുന്നത് ഒരു പോളി ഹൗസ്. അപ്പോൾ വേറൊരു കർഷകൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കിലോ പാവയ്ക്ക് കിട്ടി? അപ്പോൾ പറഞ്ഞു 2000 കിലോ. ഇത്രമാത്രം ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ എൻ്റെ ഇതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കി 2000 കിലോ കിട്ടുമെങ്കിൽ 2 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 1 കിലോ പാവയ്ക്ക് 100 വില വേണ്ടേ? അപ്പൊ ഈ പച്ചക്കറിയുടെ ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തെ പച്ചക്കറിയുടെ ഏകദേശം വില തോത് ആവറേജ് എനിക്കറിയാം. അപ്പോൾ ഞാൻ കണക്കൂട്ടിപ്പോൾ 100 രൂപ വെച്ച് ഒരിക്കലും വന്നിട്ടില്ല. പയറിന് വന്നിട്ടുണ്ട് 100 രൂപ മേലെ വന്നിട്ടുണ്ട്. പക്ഷെ പാവയ്ക്ക് ആവറേജ് വില കഴിഞ്ഞ വർഷത്തെ 30 ആവറേജ് അപ്പൊ കിട്ടുന്നത് 60,000 പോളി ഹൗസിൽ നിർമ്മിച്ചതുകൊണ്ട് ചിലപ്പോൾ വിഷരഹിതമായിരിക്കും, എന്തെങ്കിലും കൂടുതൽ കിട്ടും. പക്ഷെ ഞാൻ അവിടെ ചോദിച്ചില്ല, അവിടെ ചോദിച്ചില്ല. എന്ന് വെച്ചാൽ ഞാനും അവനെ പോലെ പറയാൻ ചെന്നിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല. അപ്പോൾ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്ന് എൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ നോക്കിയിട്ട് കണ്ടില്ല. അവൻ ചെയ്തിരുന്നു, അത് അവിടെ കാണിച്ചു. പക്ഷെ ഇവിടെ എന്റെ യുവ കർഷകർ ഇവിടെ എന്നെ പോലെ കൃഷി ചെയ്യുന്നതായ മാളയില് 8-10 യുവ കർഷകർ 35 വയസ്സ് താഴെ കർഷകരുണ്ട്. അവർ മായ എന്ന് പറഞ്ഞ ഇനം ഈ പാവലം കുത്തിയിട്ട് 2 പാവയ്ക്ക 1 കിലോയിൽ കൂടുതൽ. അപ്പോൾ അവൻ പോളി ഹൗസിൽ നിർമ്മിച്ച പാവയ്ക്കൊക്കെ അവിടെ കാണിക്കണ്ടായി. അത് ഈ ഇവിടെ ഉണ്ടായപ്പോഴത്തെ ഒരു പാവയ്ക്ക പോലും അതിലുണ്ടായിരുന്നില്ല. ആ പോളി ഹൗസിൽ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആകർഷിതരാവരുത്. ഇത് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഇതിനകത്ത് തൈകൾ പാവിച്ച് കുറച്ച് തൈകൾ പുറത്തെടുത്ത് വെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ നിറവ്യത്യാസം വരുന്നു. അപ്പം അത് പുറത്ത് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ നിറവ്യത്യാസം മാറി. അല്ല, ശരിക്കും അകത്തിരിക്കുന്ന നല്ല പച്ചക്കളർ വരുന്നതായിരുന്നു. പച്ചക്കളർ വിട്ടു. അതുകൊണ്ടാണ് നമ്മുടെ വഴുതനയും തക്കാളിയും പുറത്ത് വെച്ചാണ്. അപ്പം അതിന് കളർ പച്ച ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ ചില കാരണങ്ങളൊക്കെ അതിൽ വ്യത്യാസങ്ങൾ. അതേപോലെ പോളി ഹൗസിൽ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം അത് വസൂരി പിടിച്ച പോലെ. അപ്പം അതുകൊണ്ട് പോളി ഹൗസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഭയങ്കര കീടനാശിനികളുടെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുക്കുംബർ നമ്മളെ പോളി ഹൗസിൽ നിന്ന് കുക്കുംബർ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പോളി ഹൗസിൽ എന്തൊക്കെ നിർമ്മിക്കുന്നത് അതിൽ എന്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? സലാഡ്, കുക്കുംബർ. ഇപ്പം നമ്മളീ നിൽക്കുന്നതിൽ സ്ഥിരം ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? അപ്പം കഴിക്കുന്ന ആണെങ്കിൽ ചിലപ്പോൾ വല്ല പാർട്ടിക്ക് വല്ല സലാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു കഷ്ണം തിന്നും. അല്ലാണ്ട് പിന്നെ വല്ല പ്രമേഹ രോഗികളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ തിന്നായിരിക്കും. അല്ലാണ്ട് നമ്മുടെ സലാഡ്, കുക്കുംബർ ആര് തിന്നെ? പിന്നെ രണ്ടാമതാണ് ക്യാപ്സിക്കം. ഇപ്പം നമ്മളീ നിൽക്കുന്നതിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറേ ആൾക്കാർ തന്നെങ്കിൽ ഈ ക്യാപ്സിക്കം എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല. അത് ചൈനീസ് ഫുഡിൽ ചേർക്കുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്ക് പ്രയോജനമുണ്ട്. പിന്നെ പോയിട്ട് പയറാണ്. പയർ നമുക്ക് അല്ലാണ്ട് നമുക്ക് പുറത്തുണ്ടാക്കാൻ പറ്റും. പിന്നെ തക്കാളിയാണ്. തക്കാളി സംബന്ധിച്ചിടത്തോളം റിലയൻസ് പോലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോഴി വളർത്തൽ എങ്ങനെ തോംസണും മറ്റു വലിയ വലിയ കമ്പനിക്കാർ കർഷകർക്ക് വളം ഇതൊക്കെ കൊടുത്ത് കോഴി വളർത്തി അവർ തന്നെ എടുക്കുന്ന രീതിയിൽ പഞ്ചാബിലും ഹരിയാനയിലും നോർത്ത് ഇന്ത്യകളിൽ വിത്തും വളം കൊടുത്തിട്ട് കമ്മീഷൻ വ്യവസ്ഥയാണ് വളർത്തണം തക്കാളിക്ക്. അപ്പോൾ ഇനി പോളി ഹൗസിൻ്റെ ആവശ്യം ഇപ്പോൾ തക്കാളി വില എത്ര? 5 രൂപയാണ്.
അപ്പൊ തക്കാളി നമുക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനം അല്ലാതെ അപ്പൊ നമ്മൾക്ക് ആവശ്യം കേരളത്തിന് സാധനങ്ങൾ മാർക്കറ്റിൽ സാധനം വരില്ല. കർഷന ആന്ധ്രയില് 30 പൈസക്കാ പോണ തക്കാളി സാധനം പ്രൊഡക്ഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് അവിടെ നീങ്ങാം. അതായത് മുകളം മുകളിലോട്ട് വരാനുള്ള കപ്പാസിറ്റി ഒരു വെള്ളരിക്കണെങ്കിൽ അതിന് ഒരു 1.5 സെന്റിമീറ്റർ അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് നീങ്ങാൻ പറ്റില്ല. മറിച്ച് പയറാണെങ്കിൽ നമുക്ക് താന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ മേപ്പോട്ട് കയറി വരാനുള്ള ശക്തി. അത് ആ മൂളം പുറത്തേക്ക് 1 ഇഞ്ച് 2 ഇഞ്ച് വരെയൊക്കെ ഇത് പരസ്പരം ലിങ്കാണ്. 20 ഏക്കർ ഇത് തള്ളാനുള്ള അത് മോട്ടറിന്റെ കപ്പാസിറ്റിയാണ്. ഓരോ മോട്ടറിന് അതായത് ഒരു മോട്ടറിന് പവർ ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ ഒരു 1.5 മോട്ടർ മേടിച്ച് നിൽക്കും. ഇപ്പം ഇതിൽ വേറെ മോട്ടർ ഉണ്ടായിരുന്നു. ആ മോട്ടർ ഉപയോഗിച്ച് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് വളം വിടാൻ പറ്റില്ലായിരുന്നു. വളം വിടുമ്പോൾ ഫോഴ്സ് കൂടുതൽ വേണം. ആ ഫോഴ്സ് കിട്ടുന്ന ഇതിന് മുകളിലേക്ക് വളം കയറില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പേടെ തള്ളാൻ ശക്തി കൂടുതലുള്ള പൈസ തള്ളാൻ ശക്തി കൂടുതലായ മോട്ടർ വാങ്ങി കഴിഞ്ഞ വർഷം 30,000 വെച്ചപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് തുടങ്ങി അതിൻ്റെ മുകളിലേക്കും ഇവിടുന്ന് ചുറ്റും ഈ പറമ്പ് മുഴുവൻ റൗണ്ട് അടിക്കേണ്ടത്. പാട്ടം ദീർഘകാലത്തേക്കല്ലേ? അതായത് പാട്ടം എന്ന് വെച്ചാൽ സ്ഥലത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പാട്ടം ഈ സ്ഥലത്ത് നിന്നല്ല വേറെ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരു അഗ്രിമെൻ്റ് ഇല്ല. ഇവർക്ക് ഇവർക്ക് അപ്പോൾ 2 വർഷമായെങ്കിലും ഇതുവരെയും പാട്ടം കൊടുത്തിട്ടില്ല. ഇവരെ സംബന്ധിച്ചോളം പറയണമെങ്കിൽ ഇവർ പറയുന്നത് വേണ്ടെന്ന് പറയല്ല പറയുന്നത്, നിങ്ങൾ ഇനി ഇവിടെ പ്രോഗ്രസ് ഉണ്ടാക്കും, ഞങ്ങൾക്ക് അവസാനം തന്നാൽ മതി. അതായത് അവർ അവരുടെ സ്ഥലം സേഫ് ആയിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അവർക്ക്. ഇതില് കാട് വെട്ടാൻ തന്നെ എനിക്ക് 1.5 ലക്ഷം ചിലവായി. കാട് വെട്ടി വെറും കാട് മൂന്നാളുടെ അതിലൊരാളാണ് ആ മിറ്റടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നോക്കി സ്വന്തം വീടിനെ മിറ്റടിക്കാൻ ആൾക്ക് ഇത്ര വലിയൊരു ഭൂസ്വത്തുള്ള ആൾക്ക് മടിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സെത്തണം നോക്കി ഇത് പോറ് അപ്പുറത്ത് കിണറ് ഇത് സാറ് തന്നെ വെച്ചതാ ഈ മോട്ടോർ ഫിറ്റിംഗ്? അത് വേറെ പ്രോജക്ട് കിണറ് താത്തിണ്ടായിരുന്നു ഇവര്. ഇതിന്റെ മറ്റൊരാള് അദ്ദേഹത്തിന്റെ അനിയൻ 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഈ സിസ്റ്റം ജെയിൻ്റെ അപ്ലൈ ചെയ്തില്ല. പക്ഷെ ഇതിൽ കറണ്ട് കിട്ടാനുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ആ സാധനം ഇവിടെ കിടന്ന് നശിച്ചു. ഇന്നും അതിന്റെ അവശിഷ്ടം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ കഴിഞ്ഞ 30 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ കഴിഞ്ഞ നവംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്പറിൽ അതിൻ്റെ 9 നവംബറിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഉടനടി എന്നെ വിളിച്ചു. അപ്പോൾ ഉടനടി വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു. ഗുരുവായൂർ എന്താണ് വല്ല പ്രശ്നം, ഞാൻ വല്ല പറമ്പിൽ പണി ചെയ്ത് തെറ്റ് വന്നു. ഞാൻ പേടിച്ചു പോയി. അവിടെ ചെന്ന വശം തന്നെ അയാൾ എന്നെ കെട്ടിപ്പിടിക്കണം. കെട്ടിപ്പിടിച്ചിട്ട് പറയാം, ജോസഫേട്ടൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായ കാര്യം ജോസഫേട്ടൻ ചെയ്തുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോസഫേട്ടൻ ഇതിൽ എത്ര പൈസ സബ്സിഡി കണ്ട് ചിലവായോ ആ പൈസ അദ്ദേഹം തരാമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് 10 പൈസ നിങ്ങൾ തരണ്ട, നിങ്ങളുടെ ഈ വാക്ക് മാത്രം മതി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നാളെനോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒന്നും ഞാൻ പറിച്ചു കൊണ്ടുപോയില്ല, ഇത് നിങ്ങൾ തന്നെ ഇട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ. അങ്ങനെയാണ് വാഴ ഞാൻ ചുരുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ വാഴ 3000 വാഴയുണ്ട്. ഇനി ചൂട് ഇല കരിക്കുന്നത്, പിന്നെ ചൂടിൻ്റെയും പിന്നെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ വാഴ കൃഷി ഈ ഇതേപോലെ ചൂട് സമയത്ത് ആയിരിക്കുക. പിന്നെ അത്രമാത്രം ജലസേചനം നമ്മൾ ഇങ്ങനെ നിർത്താൻ പറ്റിയ സ്ഥലം ഇപ്പം അത് കൂടുതൽ ഇതാക്കാൻ മതി. ഒരു ട്രിപ്പും കൂടി വേണം ചൂടിൻ്റെ. അതായത് 2 സൈഡിൽ കൂടെ 2 ലൈൻ പോകും. ഒരു ലൈനിൻ്റെ പോരാ. ഞങ്ങൾ എന്ന് വെച്ചാൽ സമയം കൂട്ടി വിടുന്നുണ്ട്, എന്നാലും അത് പോരാ. ഇവിടുത്തെ ഈ മണ്ണിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മണ്ണ് ചെറിയൊരു ചൂടിൽ ഡ്രൈ ആവും. ചില മണ്ണിൽ ഇപ്പം എൻ്റെ അപ്പുറത്തുള്ള കൃഷിയിടങ്ങളൊക്കെ ഉണ്ടല്ല, ഈ ഡ്രിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വെള്ളം വിട്ടാൽ മതി. മണ്ണിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മണ്ണിൽ ഇത്രയും പോലും നിൽക്കുന്നിരുന്നില്ല. ഇപ്പം ചാണകം ഉപയോഗിച്ചതിന് ശേഷം വലിയ അടുപ്പല്ലേ? അല്ലല്ല, സമയം കൂട്ടി വിടുന്നത്. പച്ചക്കറി 20 മിനിറ്റ് വിടും, അത് 1 മണിക്കൂർ 2 മണിക്കൂർ. പിന്നെ വെച്ചാൽ അതിനുള്ള മറ്റത് ചൂടിന് താഴ്ചയല്ലേ, അപ്പൊ അന്തരീക്ഷത്തിലെ ചൂട് പള്ളയ്ക്കും കൂടി അടിക്കുന്നു. അങ്ങനെയുള്ള ചില